റിയാക്ഷൻ വീൽ, ഫ്ലൈ വീൽസ്. ഇതൊരു ആക്റ്റീവ് ആറ്റിറ്റ്യൂഡ് കൺട്രോൾ മെത്തേഡാണ്. ഇവിടെ സാറ്റലൈറ്റിൻ്റെ ഇൻസൈഡിൽ ഒരു വീൽ ഉണ്ടാവും. ആ വീലിനെ ഫാസ്റ്റായിട്ട് നമ്മൾ സ്പിൻ ചെയ്യും. ഒരു ഡയറക്ഷനിൽ ഈ വീലിനെ സ്പിൻ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ മൊത്തം ആ സാറ്റലൈറ്റും വീലും അടങ്ങിയ മൊത്തം സിസ്റ്റത്തിൻ്റെ ആംഗുലർ മൊമെൻറ്റം ചേഞ്ച് ആവും. ആ ചേഞ്ച് മറികടക്കാൻ വേണ്ടി സാറ്റലൈറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം അതാണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രിൻസിപ്പിൾ. അതായത് സാറ്റലൈറ്റിലെ ഇൻസൈഡിൽ ഒരു വീൽ ഉണ്ടാവും. ആ വീലിനെ നമ്മൾ ഇലക്ട്രിക് മോട്ടോർ വെച്ചിട്ട് ഫാസ്റ്റായിട്ട് അതിനെ സ്പിൻ ചെയ്യിപ്പിക്കും. സോ ഇവിടെ നമ്മളൊരു ഇലക്ട്രിക് മോട്ടോർ വെച്ച് എക്സ്റ്റേണൽ പവർ കൊടുത്തിട്ടാണല്ലേ സ്പിൻ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ആക്റ്റീവ് ആറ്റിറ്റ്യൂഡ് കൺട്രോൾ മെത്തേഡിൽ വരുന്നത്. അങ്ങനെ ഈ വീലിനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ വൺ ഡയറക്ഷനിൽ നമ്മൾ സ്പിൻ ചെയ്യിപ്പിക്കുമ്പോൾ ആംഗുലർ മൊമെൻറ്റം ചേഞ്ച് ആവുന്നതിനെ മറികടക്കാൻ സാറ്റലൈറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് വഴിയാണ് അവിടെ ആറ്റിറ്റ്യൂഡ് കൺട്രോൾ, ഓറിയൻറ്റേഷൻ കൺട്രോൾ സാധ്യമാവുന്നത്. ഈ മോഡേൺ ആയിട്ടുള്ള എല്ലാ സാറ്റലൈറ്റിലും, ജിയോ സ്റ്റേഷണറി കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിലും എല്ലാം റിയാക്ഷൻ വീൽസാണ്, മൾട്ടിപ്പിൾ റിയാക്ഷൻ വീൽസ് ഉപയോഗിക്കാറുണ്ട്. പ്രിസൈസ് പോയിൻറ്റിങ്ങിന് വേണ്ടി മൾട്ടിപ്പിൾ റിയാക്ഷൻ വീൽസ് ഉപയോഗിക്കാറുണ്ട്. ഹൈ അക്യുറസിയാണ്, സ്മൂത്താണ്, കണ്ടിന്യൂസ് കൺട്രോൾ പോസിബിളാണ്. ഇവിടെ ഈ വീല് മാക്സിമം സ്പീഡിൽ അത് റൊട്ടേറ്റ് ചെയ്ത് തുടങ്ങിയാൽ അത് സാച്ചുറേഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോൺസ്. ഇതിനൊരു ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്, സോ കൺസ്യൂംസ് പവർ. ഒരു മൂവിങ് പാർട്ടുണ്ട്. സോ മെക്കാനിക്കൽ വിയർ ആൻഡ് ടിയർ, മൂവിങ് പാർട്ടുള്ള എന്തൊരു കാര്യത്തിനും മെക്കാനിക്കൽ വിയർ ആൻഡ് ടിയർ പോസിബിളാണ്. സോ ലോങ് പീരീഡ് ഉപയോഗിക്കുമ്പോൾ മെക്കാനിക്കൽ വിയർ ആൻഡ് ടിയറിന് ചാൻസ് ഉള്ളതാണ് ഈ റിയാക്ഷൻ വീൽസ്. മോഡേണായ എല്ലാ സിസ്റ്റത്തിലും ഉപയോഗിക്കുന്നത് റിയാക്ഷൻ വീൽസാണ്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റമാണ്. ഇതൊരു ആക്റ്റീവ് ആറ്റിറ്റ്യൂഡ് കൺട്രോൾ മെത്തേഡാണ്.